ഫിലാഡൽഫിയ എന്നാണ് ഇത്. മറ്റു സൂപ്പർ മാർക്കറ്റ് കേട്ടോ. CVC എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. ബോസ്റ്റണിലും മയാമിയിലും എല്ലായിടത്തും ഉണ്ട് ഇത്. CVC ഫാർമസി എന്ന് പറയും. ഇത് 24 hours വർക്ക് ചെയ്യില്ല. 10 മണി 10:30 ആകുമ്പോഴേക്കും ഇത് അടയ്ക്കുന്നത്. പക്ഷേ 7-Eleven അങ്ങനെയല്ല. ഇവിടെ എല്ലായിടത്തും 24 മണിക്കൂർ തുറക്കാം. അതിൻ്റെ ഗുണം ഈ 7-Eleven ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. മിക്കവാറും നമ്മുടെ ഈ എന്താ പറയുക ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ ഉണ്ട്. മലേഷ്യ, സിംഗപ്പൂർ, പിന്നെ കൊറിയ, തായ്വാൻ, ജപ്പാൻ, തായ്ലൻഡ്, വിയറ്റ്നാം, ഹോങ്കോങ്, മക്കാവു, മലേഷ്യ, മ്യാൻമർ, ലാവോസ്, കംബോഡിയ, ഇവിടെയൊക്കെ ഉണ്ട് ഈ സംഗതി. അതേപോലെ തന്നെ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ മിക്കവാറും എല്ലായിടത്തും ഉണ്ട്. അത് വേറൊരു ഗുണം എന്താ വെച്ചാൽ ഇവിടെ കണ്ടില്ല. ഞാൻ നേരത്തെ അത് ഷൂട്ട് ചെയ്തിരുന്നു, നിങ്ങളെ കാണിച്ചിരുന്നു. പക്ഷെ അവിടെ ഈ മറ്റെല്ലാ രാജ്യങ്ങളിലും ഈ പുഴുങ്ങിയ മുട്ട കിട്ടും. ഇവിടെ അത് കിട്ടുന്നില്ല. പുഴുങ്ങിയ മുട്ട എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഫുൾ ടൈം ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിങ്ങനെ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ തിളച്ച വെള്ളത്തിൽ ഇതിങ്ങനെ ചൂടായി കോഫി കിടക്കുന്ന പോലെ തിളച്ചിങ്ങനെ കിടക്കുന്നുണ്ടാവും. നമുക്കതൊന്ന് പിക്ക് ചെയ്തിട്ട് നമുക്കത് പൊളിച്ച് നമുക്ക് തന്നെ അവിടെ തന്നെ കഴിക്കാം. അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കൂടെ അറേഞ്ച് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ അമേരിക്കയിൽ ആ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടെ സീറ്റിങ്ങും ഇല്ല. ഒരൊറ്റ സീറ്റ് പോലും ഇട്ടില്ല. നമ്മൾ നിന്നിട്ട് കഴിക്കണം. അതുപോലെ പിന്നെ അവിടെ എല്ലാം നമുക്ക് ഈ സോസേജൊക്കെ എടുത്ത് ഇതുപോലെ തണുത്ത ഫ്രിഡ്ജിലായിരിക്കും ഇരിക്കുന്നത്. സോസേജൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതെടുത്തിട്ട് നമ്മൾ പിന്നെ ചൂടാക്കിയിട്ട് കഴിക്കാനുള്ള സംവിധാനമൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ ചൂടാക്കാനുള്ള സംവിധാനമുണ്ട്, പക്ഷെ കഴിക്കാനുള്ള നമുക്ക് പിന്നെ എന്താ പറയുക ഇരിക്കാനുള്ള സംവിധാനമില്ല. പോയില്ലേ, നിന്നും കൊണ്ട് എങ്ങനെയാണ് കഴിക്കുക? അപ്പോൾ ഇതാണ് സ്ഥിതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റിൻ്റെ സ്ഥിതി. പിന്നെ ഇതിൽ ഈ CVCയിൽ നമ്മളിപ്പോൾ ബോസ്റ്റണിലും മയാമിയിലൊക്കെ കണ്ടതിൽ നിറയെ പിന്നെ ഇതൊക്കെ ഉണ്ട്. മറ്റെന്താ പറയുക ഇതിൻ്റെ ഇരട്ടി സാധനങ്ങളുണ്ട്. ജ്യൂസ് കാര്യങ്ങളൊക്കെ ഇവിടെ ജ്യൂസൊക്കെ ഉണ്ടോ? വളരെ കുറവാണ്, വളരെ കുറച്ചേ ഉള്ളൂ. മറ്റേ വലിയ 1 gallon ഇവിടെ ഉണ്ട്. 1 gallon ഉണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര റേറ്റ് അവിടെ $7.49 മറ്റേ $1 സംതിങ്ങിന് നമുക്ക് 1 gallon കിട്ടും അവിടെ. അതായത് ഇന്ത്യനേക്കാളും ചീപ്പായിട്ട് നമുക്ക് ഈ ഡ്രിങ്ക്സൊക്കെ കിട്ടും നടത്തും എവിടെ? ബോസ്റ്റണിലും മയാമിയിലും. പക്ഷെ ഫിലാഡൽഫിയയിൽ കുറച്ച് കോസ്റ്റ്ലി കേട്ടോ. ഫിലാഡൽഫിയ നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട സ്ഥലമായിട്ട് നമുക്ക് ഇന്ത്യൻസിന് പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുന്നവർ ഓർത്തോളൂ, ഫിലാഡൽഫിയ ഈസ് കോസ്റ്റ്ലി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രിഫറബിൾ അല്ല ഇവിടം. അതുപോലെ നമ്മൾക്ക് പറ്റിയ ഫുഡും ഇവിടെ കുറവാണ്. അത് ന്യൂയോർക്കിലുണ്ട്, ബോസ്റ്റണിലും മിയാമിയിലും നമുക്ക് ഒപ്പിക്കാം. ഞാൻ ഇന്നലെ കഴിച്ചത് നമ്മൾ കാണിച്ചിരുന്നു, 2 വീഡിയോ കാണിച്ചിരുന്നു. അത് എത്രയോ തിരഞ്ഞിട്ടാണ്, എത്ര കഷ്ടപ്പെട്ടാന്ന് പറയാം. കണ്ടത് നിങ്ങൾക്ക് എൻ്റെ പെയിൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. അത്രമാത്രം നടന്നിട്ട് അത്രമാത്രം നമ്മൾ പല വണ്ടികളിൽ പല ബസ് ട്രെയിനിലൊക്കെ കയറി, നിങ്ങൾ തന്നെ കണ്ടല്ലോ, കുറേ ട്രെയിനിൽ ഞാൻ മാറി മാറി കയറുന്നതൊക്കെ കണ്ടിരുന്നല്ലോ. അപ്പോൾ അതിലൊക്കെ കയറിയിട്ടാണ് നമ്മൾ പോയിട്ടാണ് ഇത് കണ്ടുപിടിച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കാണിക്കുന്ന കാരണം എന്താ വെച്ചാൽ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റണം, നമുക്ക് പോകാൻ പറ്റണം പല സ്ഥലങ്ങളിലും. അപ്പോൾ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നത് കാണിച്ചിട്ട് നിങ്ങൾ വന്നിട്ട് അവസാനം കൂടി നിർത്തും, പണം ഒരുപാട് ചിലവായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഫിലാഡൽഫിയ നമുക്ക് ആശാസ്യമല്ല കേട്ടോ. മറ്റേ ബോസ്റ്റൺ ഓക്കെ, മയാമി ഓക്കെ, ന്യൂയോർക്ക് ഓക്കെ. പിന്നെ ഡെലവേറിൻ്റെയൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, ലാസ് വെഗാസിൻ്റെ മുമ്പ് കാണിച്ചിട്ടുണ്ട്, പിന്നെ നയാഗ്രയൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഏതാണ് ഡെൻവർ കാണിച്ചല്ലോ. ഡെൻവർ പിന്നെ അധികം കാണിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ ഹോളിവുഡ് ഞാൻ കാണിക്കാം കേട്ടോ. ഹോളിവുഡിൽ ഞാൻ വീഡിയോ അത് കാണിക്കാം. പിന്നെ സാൻ ഫ്രാൻസിസ്കോ കാണിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ധാരണ മുമ്പത്തേൽ കാണിച്ചെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ സാൻ ഫ്രാൻസിസ്കോ. അതുപോലെ പിന്നെ നമ്മുടെ ഹോളിവുഡ് അതൊക്കെ കാണിക്കാം. സ്റ്റാർ ഓഫ് ദി ഫെയിം ഒക്കെ കാണിക്കാം. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പോൾ.